പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാനുപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ഫോണിലൊക്കെ യൂസ് ചെയ്യുന്ന ടച്ച് പെൻ എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്നുള്ളൊരു വീഡിയോ ആണ്. രണ്ട് രീതിയിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത് ഇയർബഡ്സ് ആണ്. അത് ആദ്യത്തെ മെത്തേഡാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പേനയാണ്. അത് രണ്ടാമത്തെ മെത്തേഡാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കോട്ടനാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കോപ്പർ വയറാണ്. കുറച്ച് വെള്ളം വേണം. കട്ട് ചെയ്യാനായിട്ടൊരു സിസേഴ്സും. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇയർബഡ്സ് വെച്ചുള്ള മെത്തേഡാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഇയർബഡ്സ് എടുക്കുക. അതിന് ശേഷം കോപ്പർ വയറിനെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മണ്ടയിൽ നമുക്കതൊന്ന് ചുറ്റി കൊടുക്കാം. ചുറ്റിയതിന് ശേഷം നമുക്കതിൽ ഇച്ചിരി വെള്ളം പുരട്ടി കൊടുക്കാം. ഒരുപാടൊന്നും തേക്കരുത്, ചെറുതായിട്ടൊന്ന് തൊട്ട് പുരട്ടി കൊടുത്താൽ മതി. ഇത്രയും ചെയ്തതിന് ശേഷം അത് വർക്കിംഗ് ആണോ നമുക്കൊന്ന് ഫോണിൽ യൂസ് ചെയ്ത് നോക്കാം. ഇത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ഈ കമ്പിയിൽ ടച്ച് ചെയ്ത് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇത് ടച്ച് ചെയ്യാതെ യൂസ് ചെയ്താൽ അത് വർക്ക് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ ഇത് കണ്ടോ, ഞാനിപ്പോൾ ഇത് ടച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ അതിൽ നിന്ന് കമ്പിയെ തൊടാതെ വലിച്ചിട്ട് അത് വർക്ക് ചെയ്യുന്നില്ല. രണ്ടാമത്തെ മെത്തേഡിലേക്ക് നമുക്ക് കിടക്കാം. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പേന വെച്ചുള്ള മെത്തേഡാണ്. അപ്പോൾ അതിന് തന്നെ നമുക്ക് പാർട്സൊക്കെ ഒന്ന് അഴിച്ചു വയ്ക്കാം. പാർട്സൊക്കെ ഒന്ന് അഴിച്ചതിന് ശേഷം നമുക്ക് കോപ്പർ വയർ എടുത്തിട്ട് ആ പേനേക്കാളിലും ഇച്ചിരിയുടെ നീളം കൂട്ടി കട്ട് ചെയ്തെടുക്കാം. അടിഭാഗത്തെ അടപ്പ് വെച്ച് അടച്ചതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കോപ്പർ വയർ അകത്തോട്ട് രണ്ട് സൈഡിലും മടക്കി വയ്ക്കുക. അതിനുശേഷം ബാക്കിൽ അടപ്പ് വെച്ച് നമുക്കതൊന്ന് ലോക്ക് ചെയ്യാം. ഇനി കോട്ടൺ എടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്കൊന്ന് ചുരുട്ടിയെടുക്കാം. ചുരുട്ടിയെടുത്തതിന് ശേഷം നിബിൻ്റെ എവിടെയായിട്ട് നമുക്കൊന്ന് ഇറക്കി വയ്ക്കാം. അതിനകത്ത് കോട്ടൺ ഇറക്കി വെച്ചതിന് ശേഷം അതൊന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് മുനയുള്ളൊരു വസ്തു വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം അതിൻ്റെ അറ്റത്ത് കുറച്ച് വെള്ളം നമുക്ക് പരട്ടി കൊടുക്കാം. ഇനി നമുക്ക് അത് വർക്കിംഗ് ആണോ എന്ന് നോക്കാം. സംഭവം വർക്കിംഗ് ആണ്. യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അതിൻ്റെ കമ്പിയിൽ ടച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ആ കോപ്പർ വയറെ ടച്ച് ചെയ്യാതെ യൂസ് ചെയ്താൽ അത് വർക്ക് ചെയ്യില്ല. അപ്പം യൂസ് ചെയ്യുമ്പോൾ അത് ടച്ച് ചെയ്ത് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്യുക. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണിത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ദി ചാനൽ ഫോർ മോർ വീഡിയോസ്.